പറ്റില്ല. ഇയാൾക്കും എനിക്കും അറിയാം ഇവിടെ ആകെ പാടെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ അവളും വന്നിട്ട് ഞാൻ എവിടെ കിടക്കും? എനിക്ക് വെട്ടിത്തട്ട് കിടക്കണം. എടാ അവളൊരു പെണ്ണാ, നീ എന്താടാ ഇങ്ങനെ പെരുമാറുന്നത്? എന്റെ സാറെ ലിവിംഗ് റൂമിൽ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഞാനും സാറും എങ്ങനെ കിടക്കാം? എടാ അതെങ്ങനെങ്കിലും സെറ്റ് ചെയ്യാം. നീ ഇപ്പൊ അവക്ക് റൂം കൊടുത്തേ, അവൾ ഫ്രഷ് ആവട്ടെ. ഓ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ, എന്റെ വീടല്ലല്ലോ. ആര്യ, റൂം റെഡി ആയിട്ടുണ്ട്, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. എടാ നീ എന്തിനാടാ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? നിനക്കെന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞ സാർ മാറ്റി തരൂ. അതറിഞ്ഞാലല്ലേ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റൂ. നീ ഒന്ന് പറ. അവളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവളുടെ വീട്ടിൽ എന്തേ അവളെ കേറ്റുന്നില്ലേ? അവളുടെ വീട്ടിലുള്ള പ്രോബ്ലം കാരണം തന്നെ അവൾ സൂയിസൈഡ് ചെയ്യാൻ പോയത്. എന്നിട്ടും ഞാൻ അവളെ അവിടെ കൊണ്ട് ചെന്നാക്കണം എന്നാണ് നീ പറയുന്നേ? എന്നാ നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ ചെന്നാക്കി കൂടായിരുന്നോ? അല്ല, അതിന് അവൾ ഇവിടെ വന്നതില് നിനക്കെന്താ കുഴപ്പം? എനിക്കെന്താ കുഴപ്പമെന്നോ? എനിക്കും സാറിന് മാത്രമുള്ള പ്രൈവറ്റ് സ്പേസ് അവൾ ഇവിടെ വന്നിട്ട് ഇല്ലാണ്ടാക്കുന്നേ. അങ്ങനെയല്ല. ആക്ച്വലി നിന്റെ പ്രോബ്ലം എന്താ പറ. സാറും അവളുമായിട്ട് എന്താ റിലേഷൻ? അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രം? സത്യം പറയണോ? അവളെന്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് കസിനായിട്ട് വരും. അപ്പോ അവളൊന്നും പറഞ്ഞില്ല? അതിന് അവക്കറിയില്ലല്ലോ ഞാൻ അവളുടെ പ്രൊഫസറായി വരുമെന്ന്. കൂടാതെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടും പരിചയമൊന്നുമില്ല. അവളുടെ പാരന്റ്സുമായിട്ട് എന്റെ പാരന്റ്സിന് അടുപ്പുണ്ട്, അത്രേ ഉള്ളൂ. അല്ല സർ, അവളെന്തിനാ സൂയിസൈഡ് ചെയ്യാൻ പോയത്? 2-3 ദിവസം മുമ്പ് അവളുടെ പാരന്റ്സ് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾ ചെറുപ്പത്തിൽ തന്നെ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നേ. ബിസിനസ് മാത്രം മുമ്പിൽ കണ്ട് ജീവിച്ചിരുന്ന അവളുടെ പാരന്റ്സിന് അവളെ കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ വേണോ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് കാശ് ഇട്ടു കൊടുക്കും, അല്ലാണ്ട് അവളുമായിട്ട് വേറൊരു ബന്ധമില്ല അവർക്ക്. അവളുടെ പാരന്റ്സ് കരുതുന്നത് പാരന്റ്സ് എന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ആൾക്കാരെന്ന. എന്നാ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിയിട്ട് കാര്യമില്ലല്ലോ, അല്പ സ്നേഹവും സമാധാനവും എല്ലാം കൊടുക്കണം. അവക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല. ഹൈസ്കൂൾ വരെ ബോർഡിങ്ങിലായപ്പോ ഹയർ സെക്കൻഡറി അവള് ഹോസ്റ്റലിലായി. ഡിഗ്രിക്കെങ്കിലും അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവള് വീട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയതാ. എന്നാ അവർക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ടൈം ഇല്ലത്രേ. അവരുടെ സ്വന്തം കാര്യം നോക്കാൻ പോലും അവർക്ക് സമയമില്ലത്രേ. അപ്പോഴാണ് ഇവളുടെ കാര്യം കൂടി അവര് നോക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവര് തമ്മിൽ വാക്ക് തർക്കമായി ലാസ്റ്റ് ഡിവോഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും രണ്ടുപേരും അവളോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. അവളുടെ ആഗ്രഹം എന്താന്ന്, അവൾക്ക് എങ്ങനെയാ ജീവിക്കേണ്ടതെന്നും അവൾക്ക് എന്താ വേണ്ടേന്നും. തന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് തോന്നിയപ്പോ അവൾക്ക് തോന്നിക്കാണും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന്. സർ, എന്നാലും അവള് കോളേജിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ. ചിലരങ്ങനെയാണ്, ഒന്നും ആരോടും പറയില്ല, എല്ലാം മനസ്സിൽ തന്നെ വെക്കും. ചിലപ്പോ മനസ്സിലുള്ളത് എല്ലാം തുറന്ന് ഒരാളോട് പറയുമ്പോൾ അതൊക്കെ മാറും. എന്നാൽ ആരോടും പറയാതെ മനസ്സിൽ തന്നെ പൂട്ടി വെക്കുമ്പോഴാ അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. സർ, അവളിപ്പോ ഓക്കെ ആണോ? ഐ ഡോണ്ട് നോ, എന്റെ മുമ്പിൽ അഭിനയിക്കുവാണോ അതോ അവൾ ഓക്കെ ആണോ എന്ന്. സാറിനറിയോ നമ്മുടെ ക്ലാസ്സിൽ സന, അവളും നല്ല കൂട്ടായിരുന്നു. എന്നാ സനയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞത് അവളെ കുറിച്ച് ഒന്നും അവൾക്ക് അറിയത്തില്ലെന്ന്. അതിനർത്ഥം ആര്യ ആരോടും ഒന്നും തുറന്നു പറയുന്നില്ലെന്നല്ലേ? ഞാൻ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? എന്നോട് അവള് പറഞ്ഞാലോ? ഞാനൊന്നും എതിര് പറയുന്നില്ല, നിനക്ക് ട്രൈ ചെയ്യാം. ഞാൻ അവളോട് വാക്കു പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് പോകുമ്പോ അവള് സങ്കടമൊന്നും ഇല്ലാണ്ട് പുതിയൊരാളായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന്. അതങ്ങനെ തന്നെ ആയിരിക്കണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ? എന്നാ താൻ പോയി കിടന്നു. സർ, അത്രയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ റൂം വിട്ടായിരുന്നത്, അല്ലാണ്ട് നിന്നോട് സ്നേഹം തോന്നിയിട്ടല്ല. ഓക്കെ, അതുകൊണ്ട് സുഖിച്ച് കിടക്കാന്നൊന്നും വിചാരിക്കണ്ട. 2 ദിവസം കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ കിട്ടാനുള്ളതാ. നീ ഒന്ന് പോടാ ഇറക്ക. നീ പറഞ്ഞ പോലെ സാർ ഇല്ലേ എനിക്ക് റൂം തന്നേനെ. ദേ സാറേ, നോക്കിക്കോ, ഇവളെ ഞാൻ എന്തേലും ചെയ്യും. ഒന്ന് പോടാ ഇറക്ക. സാറേ, ഗുഡ് നൈറ്റ്.
എന്തു നോക്കിക്കൊണ്ട് നിൽക്കുവാ? ഞാൻ എവിടെ കിടക്കും പറ? ദേ എവിടെ കോഴ്സ് ഉണ്ടല്ലോ, അവിടെ പോയി കിടന്നോ. ഞാൻ അവിടെ കിടന്ന സാർ എവിടെ കിടക്കും? ഞാൻ എവിടെങ്കിലും കിടന്നോളാം. നിനക്ക് എന്തിനാ അതോർത്ത് വിഷമം? ഓ, എനിക്കൊരു വിഷമമില്ല. എന്ത് വേണമെന്ന് വെച്ചാ കാണിച്ചു, എനിക്കെന്തേ? ഇയാൾക്ക് ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? ഇപ്പൊ ഇങ്ങോട്ട് പോവാ. ഇനി ഇയാള് പറഞ്ഞ ആ ലവർ കാണാൻ പോവായിരിക്കും. അവൻ ഒറ്റയ്ക്ക് പോയി കാണണ്ട, ഞാനും വരും. അത് ശരി, പോയില്ലേ? സാർ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുമായിരിക്കും, ഇപ്പൊ വരുന്നില്ല. മോൺ ഈസ് സോ ബ്യൂട്ടിഫുൾ, ഇസ് നോട്ട് ഇറ്റ്? യാ, ദാറ്റ്സ് ട്രൂ. ഓ, നീ ഡ്രാമാസ് ഒന്നും കാണില്ല? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? കാണാറൊക്കെ ഉണ്ട്. നത്തിങ്. നിനക്ക് അതിന്റെ മീനിങ് എന്താന്ന് അറിയില്ല അല്ലേ? എന്തിന്റെ? ഒന്നുമില്ല, വിട്ടടാ. നീ ഇന്നലെ ആരെ കുറിച്ച് പറയുമ്പോഴല്ലേ ഞാൻ ഇവിടുന്ന് പോയത്? ആരാടാ അവൻ? നിന്റെ വൺ സൈഡഡ് ലവ്. ആ ആള് സാറിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. സാർ കണ്ടിട്ടുമുണ്ട്. പക്ഷെ സാറിന് അത് മനസ്സിലായി കാണില്ല. ഞാൻ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കോളേജിലാണോ? യെസ്. നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും? സാറിന് അതൊക്കെ അറിയണോ? പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. എനിക്ക് പിന്നെ നിന്നെ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ പറയാം. കിച്ചുവിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റിന്റെ അന്ന് രാത്രിയില് ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു വീട്ടില്. ഏകദേശം ഒരു 1 മന്ത് മുമ്പായിരിക്കും. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ചെറുക്ക, ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആയിട്ട് ഇപ്പോഴാണോ വരുന്നേ? എന്റെ ചിന്നേച്ചി, എന്ത് പറയാനാ? ക്ലാസ് ഇല്ലായിരുന്നോ? അത് കഴിഞ്ഞിട്ട് വരണ്ടേ? ഇവനാണെങ്കിൽ ലീവല്ലേ, അതുകൊണ്ടല്ലേ. നിനക്കെല്ലാത്തിനും കാരണം കാണുമല്ലോ. ഏതായാലും വന്നല്ലോ, എനിക്കത് മതി. നീ കഴിച്ചിട്ടുണ്ടോടാ എന്തേലും? ഇല്ലെങ്കിൽ പോയി കഴിക്കേ. എടാ കിച്ചു, ഇവൻ എന്തേലും കഴിക്കാൻ കൊടുത്തേ. ഓ, അതിനെന്താ ചേച്ചി, ഞാൻ കൊടുക്കാലോ. അല്ലേലും ഇവൻ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. വാടാ. എടാ കിച്ചു, എന്റെ പപ്പയും അമ്മയും കണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോ അവര് ഇവിടെ നേരത്തെ എത്തിന്ന് പറഞ്ഞു. ഏതായാലും നിന്റെ പപ്പ നിന്നെ പോലെയല്ല, നേരത്തെ വന്നിട്ടുണ്ട്. അമ്മ പിന്നെ ഏതോ പഴയ ഫ്രണ്ടിനെ കണ്ടിട്ട് അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഓ, അങ്ങനെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് സെറമണിയൊക്കെ? അതൊക്കെ അങ്ങ് ഗംഭീരമായിട്ട് നടന്നു. നീ മാത്രം ഇല്ലായിരുന്നു. ഓ, അപ്പൊ ആകാശ് സാറൊക്കെ പോയി കാണുമല്ലോ അല്ലേ? സാറ് പോയിട്ടുണ്ട്. പാറ ഇവിടെ തന്നെ ഉണ്ട്. അത് ശരി, ആ കുരിപ്പിനിപ്പോ പോണമെന്നില്ലേ? അയ്യടാ, കൈയും കാലും പിടിച്ചിട്ടാ അവൾ ഇവിടെ നിന്നേക്കുന്നേ. ഇനി അത് പോയാ ഞാൻ എന്ത് ചെയ്യാനാ? ഓ, അപ്പൊ നീ പറഞ്ഞിട്ടായിരിക്കുമല്ലേ? 2 ദിവസമായിട്ട് ഞാൻ ലീവല്ലേ. അവളെ കാണാത്തോണ്ട് അവളോട് ഞാൻ നിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എടാ, സ്വന്തം പ്രൊഫസറിന്റെ അനിയത്തിയല്ലേടാ, അവളെ തന്നെ വളയ്ക്കണാർന്നോ? അയ്യടാ, ആ പ്രൊഫസറിന്റെ ഭാര്യ എന്റെ ചേച്ചിയാ. എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, വാ. ആഹാ, ഇതാരിത്? പാറോ? എന്താടി, എന്നെ കണ്ടില്ലേ? ഓ, കണ്ടാർന്നേ, നമ്മളെയാ കാണാത്തെ. അതെന്താടി അങ്ങനെ ഒരു ഡോക്ക്? പിന്നല്ലാണ്ട്, നിനക്ക് കിച്ചുവിനെ മാത്രം മതിയല്ലോ, നമ്മളെയൊന്നും കാണില്ലല്ലോ. അതെ അതെ, എന്നാ ഇപ്പൊ കണ്ടൂലേ? വാ, ഇവിടെ ഇരിക്കും. അയ്യോ സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതെ അതെ, അവിടെ പോയി കിടന്നുറങ്ങാനായിരിക്കും അവളുടെ തിരക്ക്. ഒന്ന് പോടി പെണ്ണെ. ഡാരു വേണ്ടാട്ടാ. കിച്ചു, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ടോ ഇല്ലയോ?
നിനക്ക് കിച്ചുനെ വേണമെങ്കിൽ പറഞ്ഞാ പോരെ, വെറുതെ എന്തിനാ കള്ളം പറയുന്നേ? എടുത്തോണ്ട് പോ. എടാ ഞാൻ അങ്ങനെ വിളിച്ചതല്ല, ശരിക്കും അമ്മ വിളിക്കുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല, മതിയോ? എടാ പോടാ. എടാ സോറിടാ, എന്നാ ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ആ ശരി ശരി, ഞാൻ എന്റെ അമ്മയൊന്ന് അന്വേഷിക്കട്ടെ. ഇവരിത് എവിടെയാ? ആ പപ്പ, അമ്മ എവിടെയാ? ആ നീ ഇപ്പോഴാണോ വരുന്നത്? ഇല്ല അപ്പ, കുറച്ചു നേരമായി കിച്ചന്റെ ഒന്ന് ചേർന്നു. അമ്മ എവിടെ? ആ അവളുടെ പഴയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവളുടെ ഫ്രണ്ടിന്റെ കൂടെ സംസാരിക്കുമായിരിക്കും, നീ പോയിട്ട് നോക്ക്. ആ ഓക്കെ ശരി അപ്പ. ആ ഇത് തന്റെ മോനാണോ? ആ അതെ. ആ അവനിപ്പോ പഠിക്കുവാണ്, ഡിഗ്രി ഫൈനൽ. ഓ ആണോ? അവൻ ആകാശിന്റെ സ്റ്റുഡന്റോ? ഓ എന്റെ മോന്റെ സ്റ്റുഡന്റ് ആണോ? ഓ അത് കൊള്ളാലോ, ഒരു കോളേജ് ആണല്ലേ? ആ അതെ അതെ. ഈ അമ്മ ഇത് എവിടെ പോയി നിക്കുവാ? I'm sorry. It's okay. എന്റെ ഹാർട്ട് എന്താ ഇത്രയും ഇടിക്കുന്നേ? ആരാത്? അന്ന് ഞാൻ കണ്ടതാ അയാളെ. എന്റെ ഹൃദയത്തിന് താളം തെറ്റിച്ച് പോയത്. ആകാശ് സർ നമ്മുടെ കോളേജിലെ പ്രൊഫസർ അല്ലേ? ആകാശ് സാറിന്റെ വൈഫ് കൃഷ്ണയുടെ ചേച്ചിയാണോ? സോ ചിത്രേച്ചയുടെ അനിയൻ കൃഷ്ണ ആണല്ലേ? അല്ല സാറിന് എങ്ങനെ ചിത്രേച്ചയെ അറിയാം? അന്ന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു അവിടെ എൻഗേജ്മെന്റിന്. അതെനിക്കറിയാലോ, ഞാൻ അതുകൊണ്ടല്ലേ വീണത്. ആകാശ് ഏട്ടൻ, ഐ മീൻ ആകാശ് സർ എന്റെ ഒരു കസിനാ. ഞാനും ലേറ്റ് ആയിട്ടാ വന്നത്, അതുകൊണ്ട് കൃഷ്ണയെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ചിത്രേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നീയും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ശരിക്കും സാർ എന്നെ കണ്ടില്ലേ? നിന്നെ കാണാതിരിക്കാൻ ഞാൻ കണ്ണു കൂട്ടാനല്ല, നിന്നെ കണ്ടിട്ടുണ്ട്. യു ആർ ദ റീസൺ നൗ ഐ എം ഹിയർ. സാർ എന്താ ആലോചിക്കുന്നേ? സാർ എന്നെ കണ്ടില്ല അന്ന്? ഐ ഡോണ്ട് നോ, എനിക്ക് അന്ന് അങ്ങനെ ഓർമ്മ ഒന്നുമില്ല എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നിന്നെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ലടാ. നീ എന്നെ കണ്ടായിരുന്നോ? അന്ന് സാറിനെയല്ലേ ഞാൻ ഇടിച്ചത്, എന്നിട്ട് ഓർമ്മയില്ല പോലും. എന്നാ ശരി, നാളെ കോളേജിൽ പോകണ്ടല്ലേ, പോയി കിടക്കാൻ നോക്ക്. സാർ വരുന്നില്ലേ കിടക്കാൻ? ഇല്ല, ഇന്ന് ഞാൻ കിടക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഏതായാലും അവിടെ സ്പേസ് ഒന്നും ഇല്ലല്ലോ, നീ കിടക്ക് പോയിട്ട്. സ്പേസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. സാർ വന്നേ. ഇവിടെ എങ്ങനെ? സാറിതെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ കിടക്കാം. എടാ വേണ്ട, വീഴും. ഒന്നും സംഭവിക്കില്ല, സാർ വന്നേ. എടാ അങ്ങനെയല്ല, നിനക്ക് അൺകംഫർട്ടബിൾ ആയാലോ? സാറിന്റെ കൂടെ എനിക്ക് ഒരു അൺകംഫർട്ടും ഇല്ല, സാറിന്റെ കൂടെ ഞാൻ കംഫർട്ടബിളാ. ഐ ഷുവർ 100%. ആര്യ, ആർ യു കമ്മിങ് ഓർ നോട്ട് കോളേജിലേക്ക്? സർ ഞാനിന്ന് ലീവ് എടുത്തോട്ടെ? ഞാൻ ഓക്കെ അല്ല, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. ഞാൻ നാളെ വരാം.
ആ ഓക്കെ, ആസ് യു വിഷ്. ആരോ വാ, പോവാം നമുക്ക്. എന്താന്ന്? ഞാൻ വരുന്നില്ല. അവള് വരുന്നില്ലെങ്കിൽ ഞാൻ എന്തിനു വരണം? ഞാൻ വരുന്നില്ല. ഏ, അതിനെന്താടാ? അവള് വരുന്നില്ലെങ്കിൽ നിനക്കെന്താ? നോ വേ, എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഞാനെങ്ങനെ വരാനാ? എനിക്ക് ഇവിടെ വിശ്വാസമില്ല. ഞാൻ വരുന്നില്ല. സാറ് വെക്കോ. എടാ, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാ വിളിച്ചു പറയുന്നേ? സാർ ഒന്നും പറയണ്ട, എനിക്ക് ഇവിടെ വിശ്വാസമില്ല. ഞാൻ ഇവിടെ നിൽക്കുക. ഇവനെ കൊണ്ട് ഓരോ അടവുകളെ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, സാർ പോയേ. ഓ ആയിക്കോട്ടെ, നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിച്ചോ. അത് തന്നെ, സാർ പൊക്കോ. രണ്ടുപേരും കൂടി വഴക്കിട്ട് വീടൊന്നും നശിപ്പിക്കല്ലേ. സാർ, ഞങ്ങളെന്താ കൊച്ചു കുട്ടിയോളാ? അതാണല്ലോ ഇപ്പൊ കാണിക്കുന്നത്. ശരി ശരി, ടേക്ക് കെയർ. ബൈ ബൈ ബൈ. എന്താണ് നിന്റെ ഉദ്ദേശം? നിനക്കെന്താ പോയാലേ കോളേജിലേക്ക്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. എന്തേ? അതെ അതെ, എനിക്കറിയാം നിനക്ക് മടിയാ, അല്ലാണ്ട് എന്ത്? അതെ, മടിയെങ്കിൽ മടി. നിനക്കെന്താ? നിന്നോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. നീ പോടി. ആ കിച്ചണിലെ ഒരു കത്തിയുണ്ട്, കൈയെടുത്ത് മുറുക്കി. എനിക്ക് മനസ്സില്ല. ശരി, ഇപ്പൊ നിനക്ക് മനസ്സില്ലേ? കൊള്ളാലോ. നീ മിണ്ടാതെ നിൽക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ല, നീ എന്നെ തൂക്കിയെടുത്ത് വെള്ളി കളയും. ഒന്ന് പോ പെണ്ണെ. ആരോ വേണ്ട, എന്നോട് കളിക്കല്ലേ. നീ എന്നെ ഒലത്തും. ഒന്ന് പോയേ. ഓ, നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പ്രാന്ത് പിടിക്കും, അത്ര തന്നെ. ഞാൻ പോട്ടെ. ആടി പോ. എന്താന്നറിയില്ല, അവളോട് വഴക്കിട്ടപ്പോ നല്ല സുഖം. അതെ, ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അതെന്താ, നീ എന്തു പറഞ്ഞാൽ ഉണ്ടാക്കി തരൂ? അങ്ങനെ എല്ലാം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എനിക്ക് അറിയാവുന്നത് ഞാൻ ഉണ്ടാക്കി തരും. ഓ, അത് കൊള്ളാലോ. നിനക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ആ അറിയാം. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ. അതെന്താടി നീ പഠിക്കാത്തെ? സാഹചര്യങ്ങൾ സമ്മതിച്ചില്ല. ഏ? അതായത് നമ്മളിപ്പോ ഹോസ്റ്റലിലും ബോർഡിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ അവര് തന്നെ ഉണ്ടാക്കി തരുമല്ലോ, നമ്മളായിട്ട് ഉണ്ടാക്കാൻ പോണ്ടല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഓ അങ്ങനെ. ഞാൻ ശരിക്കും ചോദിക്കട്ടെ, നീ ശരിക്കും പ്രോബ്ലം എന്തായിരുന്നു സൂയിസൈഡ് ചെയ്യാനുള്ളത്? ഞാൻ നിന്നോട് പറയണെങ്കിൽ നീ എനിക്കൊരു കാര്യം സാധിച്ചു തരണം. എന്ത്? ബി മൈ ഫ്രണ്ട്. എടി, അതൊക്കെ ചോദിക്കാനുണ്ടോ? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? അങ്ങനെയാണോ? നിനക്ക് അങ്ങനെ അല്ലാന്ന് തോന്നിയോ? നീ എപ്പോഴും എന്നോട് വഴക്കിട്ടല്ലേ നിൽക്കുന്നേ, നീ എങ്ങനെ എന്റെ ഫ്രണ്ടായി? ഞാൻ സാധാരണ എല്ലാരോടും ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നേ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എല്ലാരും എന്റെ ഫ്രണ്ട്സ് തന്നെയാ. നീ സത്യമായിട്ടും എന്റെ ഫ്രണ്ടായി തന്നെയല്ലേ കാണുന്നേ? അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നിന്നോട് ഷെയർ ചെയ്യാലോ. അതിനെന്താടി കുഴപ്പം? എന്നാ സന അങ്ങനെയല്ലായിരുന്നല്ലോ. അവളെല്ലാ കാര്യം എന്നോട് പറയും, എന്നാൽ എന്നോടൊന്നും ചോദിക്കാറുമില്ല. എല്ലാരും ഒരേപോലെ ആണോന്നില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല. ഏതായാലും നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം. എന്റെ പാരന്റ്സ് കഴിഞ്ഞ ദിവസം ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് ഒരുമിച്ച് ജീവിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷെ ഒരിക്കലെങ്കിലും അവരുടെ സ്നേഹം കിട്ടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ഡിവോഴ്സിന്റെ ഇടയിൽ അവർക്ക് ആകെപ്പാടുള്ള കടമ എന്ന് പറയുന്നത് ഞാനാണല്ലോ. എന്റെ റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുക്കും, അത്രേ ഉള്ളൂ. പ്രായം 20 കഴിഞ്ഞ് എനിക്ക് സ്വന്തം തീരുമാനം എടുക്കാനുള്ള അവകാശമുള്ള കാര്യവും അവർക്കറിയാം. എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ലാസ്റ്റ് കടമ കൂടി ചെയ്തു തീർക്കണമെന്ന് അവർക്ക് ആഗ്രഹം. എന്നെ കെട്ടിച്ചിടാൻ. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യവുമില്ല. എനിക്ക് എന്റെ പഠിത്തം തീർക്കണം, ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് ഇതിനപ്പുറം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് പറ്റില്ല. എന്നോട് പറഞ്ഞു അവർ കാണിക്കുന്ന ചെറുക്കനെ കെട്ടിയിട്ട് സന്തോഷമായി ജീവിക്കാൻ. ഞാനെങ്ങനെ സന്തോഷമായി ജീവിക്കാനാ? ഇത്രയും വർഷം അവരെന്റെ സന്തോഷം കളഞ്ഞു. ഇനിയും എന്റെ സന്തോഷം കളയാൻ അവർക്ക് ഞാനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയത് തന്നെ. ആര് നിനക്കറിയോ, എന്നെ സ്നേഹിക്കാന്ന് ഒരാള് പോലും ഇല്ലടാ. ആർക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്നോട് ഇതുവരെ കൂട്ടുകൂടിയവര് എല്ലാരും അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു, അല്ലാണ്ട് എനിക്ക് വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. എന്നാ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് അതെന്റെ തെറ്റ് തന്നെയാ. ഒരിക്കൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്തതാ അത്. എന്നിട്ടും അപ്പോഴത്തെ മാനസിക നില എന്നെ കൊണ്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്യിച്ചു. ജീവിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്റെ പുതിയ ലൈഫായത്. പ്രൊഫസർ ഇല്ലാർന്നേ ഞാൻ ചിലപ്പോ വീണ്ടും എന്തെങ്കിലും ചെയ്തേനെ.
എന്റെ പാരന്റ്സ് വരെ കാണിക്കാത്ത കെയറിങ്ങാ എന്നോട് പ്രൊഫസർ കാണിച്ചത്. നിനക്കറിയോ, ഞാൻ സൂയിസൈഡ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലായപ്പോ പപ്പയും മമ്മിയും അവിടെ നിൽക്കാൻ നിന്നില്ല. അവർക്ക് അവരുടെ ആവശ്യമുണ്ട് അത്രേ. അങ്ങനെ പോയി. വേറെ ആരും ഇല്ലാത്തോണ്ടാ പ്രൊഫസറിന് നിൽക്കേണ്ടി വന്നത് അവിടെ. അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവർക്ക്. എടി, നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ചെയ്തത് തെറ്റ് തന്നെയാ. ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല, സ്വയം എടുക്കാനും ഇല്ല. ഒരാൾ ആത്മഹത്യ ചെയ്ത ശേഷം ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഇത്രയും വർഷം വളർത്തി വലുതാക്കിയില്ലേ, അവരോട് ഈ നീതികേടാണോ കാണിക്കേണ്ടതെന്ന്. എന്നാൽ നിന്റെ കാര്യത്തിൽ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെച്ച് നിന്നെ സ്നേഹിക്കാനും പരിഗണിക്കാനും ആൾക്കാരില്ലാന്ന് നീ കരുതരുത്. ക്ലാസ്സിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ വഴക്കിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായണ്ട ഞാൻ നിന്നോട് വഴക്കിടാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളൊക്കെ ആരൊക്കെയാണ് എന്റെ. നിന്നെ സ്നേഹിക്കാൻ ആളില്ലാന്ന് നീ കരുതുന്നത് വളരെ തെറ്റാ. നിന്നെ സ്നേഹിക്കാൻ നീ ഇല്ലേ? നീ തന്നെ പോരെ നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ. നിനക്കറിയാവുന്നതല്ലേ ഈ സമൂഹത്തിൽ എത്ര പേരാ അനാഥരായി ജീവിക്കുന്നത്. അവർക്കൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരേ ഇല്ല. എന്നിട്ടും അവർ ഓരോ ദിവസവും പ്രതീക്ഷിച്ച് ജീവിക്കുന്നില്ലേ? നിനക്കും പറ്റും. എടാ ആരോ, മനഃപൂർവ്വമല്ലടാ. ഒരു നിമിഷം മനസ്സ് പതറുമ്പോ നമ്മൾ അറിയാണ്ട് ചിന്തിച്ചു പോകുന്നതാ. ചിലപ്പോ കുറച്ചു നേരം സമാധാനത്തോടെ ഇരുന്നാ മതി, അതങ്ങ് തീരും. എന്നാ അത്ര പോലും ആലോചിക്കേണ്ട ഞാൻ എടുത്തു ചാടിയത്. നിനക്കറിയോ, കിച്ചനെ എനിക്ക് ഇഷ്ടായിരുന്നു. എന്നാ പാറുവിന് അവന് ഇഷ്ടാന്നുള്ള കാര്യം അറിഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ വീണ്ടും തോറ്റ പോലെ എനിക്ക് തോന്നിയത്. എന്റെ ആര്യ, നീ ഇപ്പൊ വിചാരിച്ചു വെച്ചേക്കുന്നത് നമ്മൾ ഇപ്പൊ കണ്ടവര് മാത്രമാണ് നമ്മൾ പരിഗണിക്കാൻ ആൾക്കാരെന്ന്. എന്നാ അങ്ങനെയല്ല. നീ കാണാത്ത എത്രയോ പേരുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും നിന്നെ കൂടുതൽ മനസ്സിലാക്കാനും നിന്നെ കുറിച്ച് അറിയാനും ശ്രമിക്കുന്നത്. ചിലപ്പോ നീ ആളെ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നാ കാണാനുള്ള അവസരം നീ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കരുത്. എടാ ആരോ, നീ നന്നായി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഭാവിയിൽ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നിനക്കിപ്പോ എന്നോട് എല്ലാം സംസാരിച്ചിട്ട് എന്തെങ്കിലും റിലീഫ് തോന്നുന്നുണ്ടെങ്കിൽ അതാ എന്റെ സന്തോഷം. എന്നാ കേട്ടോ, ഈ സാറിന്റെ ഉപദേശം എനിക്ക് കേട്ടിട്ടുണ്ടെന്ന്. ആ, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ആ, സംസാരിച്ചോണ്ട് സമയം പോയത് നോക്കിയില്ല. ഫുഡ് ഉണ്ടാക്കണം. വാ, എന്നെ ഹെൽപ്പ് ചെയ്യും. അത് വേണോടാ, എന്നെ കൊണ്ട് വെറുതെ. ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. വാ വാ വാ. വേദ. ആ, ആകാശേട്ടാ. എന്തായിടാ ആ കുട്ടിയുടെ കാര്യം? ചോദിക്കാൻ വിട്ടുപോയി. ആ, കുഴപ്പമില്ല ഏട്ടാ, അവളിപ്പോ ഓക്കെ ആണെന്ന് തോന്നുന്നു. അവളെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. ഓ, നിന്റെ കൂടെയാണോ? ആ, അതേട്ടാ. നീ എന്ത് ചെയ്യാനാ തീരുമാനിക്കുന്നേ? അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അവരും കൂടി മനസ്സിലാക്കണം അവളുടെ മാനസിക നില എന്താന്ന്. എടാ, നിനക്ക് തോന്നുന്നുണ്ടോ അവര് വരുമെന്ന്? വരും. വരാതെ എവിടെ പോവാനാ? വേദസ്. ആകാശേട്ടാ. ആ, എന്താടാ കിച്ചു? വേദസ്. ആരും എന്താ വരാത്തെ? അല്ല, നിനക്ക് എങ്ങനെ അറിയാം? അവനെല്ലാം എന്നോട് പറയാറുണ്ട്. ഓ, അവൻ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. എന്താ സർ, അവൻ ഓക്കെ അല്ലേ? ആ, അവനൊരു കുഴപ്പമില്ലല്ലോ. ഉറപ്പല്ലേ? ഇന്നലെ അവന് തലവേദന എന്ന് പറഞ്ഞു പോയതാ. ഓ, ആണോ? എന്നോടൊന്നും പറഞ്ഞില്ല. അവരിന്ന് ഓക്കെ ആയിരുന്നു രാവിലെ വരുമ്പോ. ആണോ? ആ, എന്നാ ശരി സർ. ആകാശേട്ടാ, ഞാൻ പോട്ടെ. ആ, ശരി. ചിത്രേച്ചിയുടെ അനിയൻ ഇവനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, നീ അതിന് അവന് കണ്ടില്ലല്ലോ. അല്ല, നിനക്ക് എങ്ങനെ അറിയാം? ആരോ പറഞ്ഞു. ആരോ? ആ, എന്റെ കൂടെ ഇപ്പോ. മനസ്സിലായില്ല. അല്ല, അന്ന് നീ അവനെ തന്നെയല്ലേ എന്നോട് ചോദിച്ചത്? ഇപ്പോ നിന്റെ കൂടെ എന്ന് പറയാൻ നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടു? ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറാ. അതെ അതെ, നീ ക്ലാസ് ടീച്ചർ ആയത് എന്തിനാന്ന് എനിക്കറിയാം. ശരി ശരി, എന്നാ ഞാൻ പോട്ടെ. ആ ഏട്ടാ. ആ, സന, എന്താ? ഒന്നുമില്ല. സാർ എന്താ ഇന്നലെ വരാത്തെ ക്ലാസ്സിലേക്ക്? കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, എന്തേ?
ഒന്നുമില്ല സാറ് ആര്യയുടെ കൂടെ ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞു. ആര്യക്കിപ്പോ ആ ഷീസ് ഓക്കെ. ആ അല്ല സാർ എന്തിനാ അവിടെ നിന്നേ? ഏ മനസ്സിലായില്ല. അല്ല അവളുടെ കാര്യം നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, സാർ എന്തിനാ വെറുതെ അവിടെ പോയി നിന്നത്? ഞാൻ അവിടെ വെറുതെ നിൽക്കുന്നതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞു? ഇല്ല സാർ, ഞാൻ വെറുതെ. അങ്ങനെ നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു നിൽക്കണ്ട. സോറി സാർ. ക്ലാസ്സില്ലേ നിനക്ക്? ഉണ്ട്, സാറിന്റെ പേരിടാ. ഓ എന്നാ ഞാൻ വരാം. അല്ല സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തീർന്നില്ലേ? എന്താ നീ? സാർ ഐ ലവ് യു. സാറിന് എനിക്ക് ഒരുപാട് ഇഷ്ടം. നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? സാർ ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എന്റെ കൊച്ച്, നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഈ 3 ദിവസം മുമ്പ് കണ്ട എന്നെ കണ്ട് ഇഷ്ടമാണെന്ന് പറയാൻ. അല്ല സാർ, എനിക്ക് ശരിക്കും സാറിന് ഇഷ്ടം. എന്നാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സാർ അങ്ങനെ പറയല്ലേ, സാറിന് ഇനിയും സമയമുണ്ടല്ലോ, ആലോചിച്ച് പറഞ്ഞാ മതി. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് ഓൾറെഡി ഒരാളെ ഇഷ്ടമാണ്. നീ ആയിട്ട് ഇടയിൽ കയറി വരാതെ നിന്നാ മതി. സാർ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതല്ലേ, എനിക്കറിയാം. നീ എന്ത് കരുതിയാലും എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ മനസ്സിന്ന് ഇപ്പൊ തന്നെ മായ്ച്ചു കളയുന്നതാ നല്ലത്. വെറുതെ മനസ്സിലിട്ടിട്ട് അവസാനം കരയാനായിരിക്കും വിധി. ആൻഡ് വൺ മോർ തിങ്, ഐ ഡോണ്ട് ഹാവ് എനി ഫീലിംഗ്സ് ടുവേർഡ്സ് ഗേൾസ്. അപ്പോ മനസ്സിലായല്ലോ? എന്നാ പോ ക്ലാസ്സിലോട്ട്, ഞാനിപ്പോ വരും. ഗുഡ് മോർണിംഗ് ക്ലാസ്. ക്ലാസ്സിൽ സ്ഥിരമായി കുറെ പേര് ആബ്സെന്റ് ആവുന്നുണ്ടല്ലോ, എന്താ കാര്യമൊന്നും ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല സർ. എടോ, എല്ലാവരോടും കൂടി പറയുക, നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ നിങ്ങൾ വിളിച്ചൊന്ന് അന്വേഷിക്കണം എന്താ കാര്യം എന്നൊക്കെ. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അവർക്കൊക്കെ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ അവർക്ക് തോന്നുന്നത് തന്നെ. ആര്യയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, അവളിപ്പോ ഓക്കെയാണ് എന്നും പറഞ്ഞ് ആരും അവളോട് ആ കാര്യം സംസാരിക്കാൻ പാടില്ല. അവളൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവാ. അതുകൊണ്ട് നിങ്ങൾ ആരും പഴയതിനെ കുറിച്ചോ എന്തിനെങ്കിലും കുറിച്ച് ചോദിക്കാതെ നിൽക്കുക. എല്ലാവരും അവളോട് ഫ്രണ്ടായി തന്നെ നിൽക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയാം. ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ, ഒരു ഫ്രണ്ടിനെ പോലെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ സെക്ഷൻ. ഇന്ന് വരെ ഞാൻ എടുക്കുന്നതിനെ കുറിച്ച് നാളെ ഞാൻ ടെസ്റ്റ് പേപ്പർ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരാം. വേദവ് സർ, ഐ ആം സോറി. നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അതിന് സോറിയുടെ ആവശ്യം? ഞാൻ വെറുതെ സാറിനെ ബുദ്ധിമുട്ടിച്ചതില്. ഞാനിനി സാറിനോട് ഇങ്ങനൊന്നും വന്ന് പറയില്ല. ആൻഡ് ആര്യയുടെ കേസിൽ ഞാനായിരുന്നു തെറ്റുകാരി. എന്നും അവളുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് ഞാൻ അവളുടെ കാര്യം ഒന്നും അന്വേഷിച്ചില്ല. ഇപ്പൊ ഇതൊക്കെ തോന്നാൻ കാരണം? എനിക്ക് കുറ്റബോധം തോന്നിയോണ്ടാ. ഒരാൾക്ക് കുറ്റബോധം തോന്നുന്നത് നല്ലതാ. അത് നമ്മളെ തെറ്റ് തിരുത്തുന്നത് മാത്രമല്ല, പുതിയൊരു അറിവ് കൂടി പകർന്നു തരുന്ന പോലെയാ. ആര്യയുടെ കാര്യത്തിൽ നീ തെറ്റ് ചെയ്തൊന്നല്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന നിലയിൽ രണ്ടുപേരും പരസ്പരം അറിഞ്ഞിരിക്കണം. ചിലർക്ക് വീട്ടിൽ കിട്ടാത്ത കംഫർട്ട് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാറുണ്ട്, അതുകൊണ്ടാ. എന്നാ ശരി, താൻ അവൾ വരുമ്പോ അവളോടൊപ്പം നന്നായി സംസാരിച്ചാ മതി. ഓ, അപ്പോ വിളിച്ച പോലെ വിളിച്ച വരാൻ അറിയാം. പ്രൊഫസർ, വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞ? അങ്കിളിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സോറി, എനിക്കറിയില്ല. ആൻഡ് എനിക്ക് ടൈമില്ല, എനിക്ക് വേഗം പോണം. എന്താ കാര്യം എന്ന് പറഞ്ഞ? ഇയാളുടെ മറ്റേടുത്ത സമയം എന്നെ കൊണ്ട് വേറൊന്നും പറയിപ്പിക്കല്ല. അതെ പ്രൊഫസർ, എന്താ കാര്യം എന്ന് അറിയാവോ? മിസ്, നിങ്ങൾ ഉള്ളോണ്ടാ ഞാൻ ഇയാളെ ഒന്നും ചെയ്യാതെ വിടുന്നത്. അല്ലാതെ ഇയാളുടെ കാരുടെ കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. സർ, എന്താ കാര്യം എന്നൊന്ന് പറയാവോ? നിങ്ങൾക്ക് എവിടെ പോവാനാ ഇത്ര തിരക്ക്? സ്വന്തം മോളല്ലേ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിട്ട്? എന്താ കാരണം എന്ന് രണ്ടും അന്വേഷിച്ചോ? അന്വേഷിക്കില്ല, എന്തിനാലേ? നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും അത് കുട്ടികളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എവിടുന്ന്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ നിൽക്കില്ലായിരുന്നല്ലോ. നിങ്ങളെന്താ കാശ് ചെലവാക്കി അവളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്താൽ അവൾ സന്തോഷവതി ആയിരിക്കും എന്നാണോ വിചാരിച്ചേക്കുന്നത്?
അവക്കെന്താ വേണ്ടേന്ന് നിങ്ങൾ ഇപ്പോഴേലും അന്വേഷിച്ചിട്ടുണ്ടോ? കാണത്തില്ല അല്ലേ? അവക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും വേണ്ടായിരുന്നു, അല്പ സ്നേഹം മാത്രമേ വേണ്ടൂ. എന്നാ ആ സ്നേഹത്തിന് പകരം നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും അല്ലേ? ഇപ്പൊ കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോ കാര്യവും അവളിൽ അടിച്ചമർത്തി ചെയ്യുമായിരുന്നു ഇത്രയും നാള്. അവസാനം കുറച്ചെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടിട്ടാ അവള് നിങ്ങളുടെ ഒപ്പം തന്നെ താമസിക്കാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷം ഇല്ലാണ്ടാക്കിയില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചേ നിങ്ങൾ മാത്രമേ അവൾക്ക് സ്നേഹം കൊടുക്കുന്ന? ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെ ചെന്നാലും ചോദിക്കാണ്ട് തന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ആർക്കും സ്നേഹത്തിന് കുറവൊന്നും വരത്തില്ലെന്ന്. പക്ഷെ പെട്ടെന്ന് എല്ലാം ഇട്ടേച്ചിട്ട് അവർ പോവുകയും ചെയ്യും. അപ്പൊ അവരനുഭവിക്കുന്ന ആ മാനസിക നില അവരെ തന്നെ ഇല്ലാണ്ടാക്കും. ഭാഗ്യം കൊണ്ട് ആര്യക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അവള് തോറ്റുപോയത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. പാരന്റ്സ് എന്ന് പറയുന്നത് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള ആ ഒരു മാർഗം മാത്രമല്ല, സ്നേഹിക്കാനും മനസ്സിലാക്കാനും പരിഗണിക്കാനും എല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ അങ്ങനെയല്ലേ വളർന്നേ? നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അവൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് പറയുന്നതാ, ഒരു പ്രൊഫസർ എന്ന നിലയിൽ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും കൂടി നിങ്ങളുടെ മകളെ ഒന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെക്ക്. നിങ്ങൾ പെട്ടെന്ന് ഓരോ തീരുമാനം എടുക്കാൻ അവളുടെ അഭിപ്രായം കൂടി ചോദിച്ചു നോക്ക്. നിങ്ങളെ പിരിയുന്നത് നിങ്ങൾക്ക് സമയമില്ലാത്തോണ്ടല്ലേ? പക്ഷെ അവക്ക് നിങ്ങളെ രണ്ടുപേരും വേണമെങ്കിലോ? രണ്ടുപേരും നന്നായി ആലോചിച്ചിട്ട് അവളോട് തന്നെ സംസാരിക്കും. ഇനി ഇതിന്റെ പേരില് അവക്കൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇവിടെ നിന്ന് സമയം കളയണമെന്നില്ല. ഏതായാലും ഇവിടെ ഒരു 10 മിനിറ്റ് നിൽക്കാൻ കാണിച്ചില്ലേ, ആ സമയം മതി അവളോട് ചെലവഴിക്കാൻ. നിങ്ങൾക്ക് പോവാം. എന്താ പറയണ്ടെന്ന് അറിയില്ല. ആർക്ക് വേണ്ടിയാ ഇത്രയും കാലം ജീവിച്ചതെന്ന് അറിയില്ല. എന്തിനോ വേണ്ടി സമയം കളഞ്ഞ് തേടി പോവുക. അതിന്റെ ഇടയില് സ്നേഹബന്ധത്തിന്റെ വില ഞാൻ എത്താത്തത്രയും ദൂരത്തിലേക്ക് എത്തി. എല്ലാം ഞങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റാ. എവിടെ വെച്ച് കൈവിട്ടു പോയി നമ്മൾ തമ്മിലുള്ള ആ ബോണ്ടിങ്. ഇപ്പോഴാ ആ ഒരു തിരിച്ചറിവുണ്ടായത്. എങ്ങനെ നിന്നോട് നന്ദി പറയുന്നറിയില്ല. എന്നാ എല്ലാം ശരിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കേട്ടാ മതി, എല്ലാം ശരിയാവും. ഇനി അവള് നിങ്ങളോടൊപ്പം സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കുക. നാളെ അവള് നിങ്ങളുടെ കൂടെ വരും. ശരി, എന്നാ എനിക്ക് ക്ലാസ് ഉണ്ട്. എടി പെണ്ണെ, അത് ചാതിയാ. നീ എന്നെ കുത്താൻ പാടില്ലായിരുന്നു. അയ്യടാ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആ 2 വീണപ്പോഴേ നീ അവിടെ വെക്കാതെ വേറെ എവിടെയെങ്കിലും വെക്കണമായിരുന്നു. നീ ചതിയാ കളിക്കുന്ന. പോടി അവിടുന്ന്. ആടാ, ഞാനാ ചതി കളിക്കുന്നേ. ഒന്ന് പോയേ. നോക്കിക്കൂടി, അടുത്തത് 6 ഇട്ടിട്ട് നിന്നെ ഞാൻ കുത്തി വീഴ്ത്തും. ഓ, കാണാം നമുക്ക്. എന്റെ ഭഗവാനെ, ഈ വാതിലും തുറന്നു വെച്ചിട്ട് ഇവരിത് എന്താ കളിക്കുന്നേ? ആര്? ആ സാർ ഇതപ്പോ വന്നു. ഞാൻ എപ്പോഴോ വന്നു. ഈ വാതിൽ തുറന്നു വെച്ചിട്ട് നിങ്ങൾ രണ്ടും എന്താ ചെയ്യുന്ന അവിടെ? ഓ സോറി സർ, സമയം പോകാത്തോണ്ട് നമ്മള് ലൂഡോ കളിക്കുമായിരുന്നു. എടാ, ശരിക്കും നിന്റെ വയസ്സ് എത്രയാ? അതൊന്നുമില്ല സർ, ഈ കളിക്ക് അങ്ങനെ വയസ്സൊന്നും നോക്കണ്ടെന്നേ. സാറിന് വേണമെങ്കിൽ കളിക്കാന്നേ. വാ. എന്റെ പൊന്നെ, ഇവൻ എന്നെയും കൂടി കളിപ്പിക്കൂ. വാ സർ, വേഗം ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് കളിക്കാം. അതെ സർ, നല്ല രസമുണ്ട്. 2 കളിയിലും ഞാനാ ജയിച്ചേ. അത് നീ ചതിച്ചിട്ടാ. ഓലക്ക, ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല. ഞാൻ നേരാ വണ്ണാ കളിച്ചേ. അതെ അതെ, ചതി കളി. ഓ, രണ്ടും കൂടി ഒന്ന് നിർത്ത്, മതി.